കെ.സി. വേണുഗോപാൽ എം പി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. അദ്ദേഹം കശ്മീരിലാണുള്ളത്. ശ്രീ കെ.സി. വേണുഗോപാൽ എം പി, അത്യന്തം വേദനാജനകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു മലയാളി കൂടി ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. താങ്കൾ കശ്മീരിൽ തന്നെയാണല്ലോ ഇപ്പോഴും ശ്രീ കെ.സി. വേണുഗോപാൽ എം പി? ശ്രീനഗറിലാണ്. ഞങ്ങളുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്നുമായിട്ട് കശ്മീരിലായിരുന്നു. ആ മീറ്റിംഗിൽ പങ്കെടുത്തു കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങിയപ്പോഴാണ് ഈ ദാരുണമായിട്ടുള്ള, അങ്ങേറ്റത്തെ അപലപനീയമായിട്ടുള്ള ഭീകരാക്രമണത്തെക്കുറിച്ച് സൂചനയുണ്ടായി. ആദ്യം വലിയ തോതിലുള്ള കാഷ്വാലിറ്റി ഇല്ലാന്നായിരുന്നുവെങ്കിലും പിന്നീട് അറിഞ്ഞത് വളരെ വലിയ കാഷ്വാലിറ്റി ആണെന്നാണ്. അന്നേരം മുതൽ നമ്മുടെ ആളുകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് ഒരു മലയാളി കൂടി, നമ്മുടെ ഒരു സഹോദരൻ കൂടി അതിനകത്ത് പെട്ടിട്ടുണ്ടെന്നുള്ള വളരെ ദുഃഖിപ്പിക്കുന്ന വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച് പിന്നെ മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ഒരു മീറ്റിംഗിലായിരുന്നു. മീറ്റിംഗിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിവരം കിട്ടിയതനുസരിച്ചാണ് 26ഓളം പേര് മരണപ്പെട്ടതായിട്ട് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ അറിവിൽപ്പെട്ടിടത്തോളം 26 പേരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പരിക്കേറ്റവരിൽ കുറെ പേർ സീരിയസ് ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ പരിക്കേറ്റവരിൽ കൂടുതൽ ആളുകൾ നമ്മുടെ മലയാളികൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടില്ല എന്നുള്ള വിവരമാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇതിനകത്ത് അങ്ങേയറ്റത്തെ ഞെട്ടിപ്പിക്കുന്ന, ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു വലിയ പൈശാചികമായ ആക്രമണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന സംശയമില്ല. ഞങ്ങൾ അപ്പോൾ തന്നെ ഇവിടെ ആശുപത്രിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങളുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ആർക്കും പോകാൻ അനുവാദമില്ല എന്നുള്ള രീതിയിൽ ഉള്ള സമീപനമാണ് സ്വീകരിച്ചത്. നാളെ വീണ്ടും പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിന്റെ മകൻ ശ്രീ അരവിന്ദുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ബാംഗ്ലൂരിലാണുള്ളത്. ഭാര്യയും സഹോദരിമാരും സഹോദരിമാരും മറ്റു ബന്ധുക്കളും ഒക്കെ തന്നെ ഇവിടെ ശ്രീനഗറിൽ സുരക്ഷിതമായി എത്തിയിട്ടുണ്ട്. അവർ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കെ.സി. വേണുഗോപാൽ എം പി, ഇപ്പോൾ ഈ ശ്രീനഗറിലുള്ള അദ്ദേഹത്തിന്റെ മറ്റ് കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ താങ്കൾക്ക്? അവരുടെ നമ്പർ കിട്ടിയിട്ടില്ല. അവരുടെ നമ്പർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയത്തും അവരാകെപ്പാടെ ഷോക്കിലായിരിക്കും എന്നുള്ളത് അറിയാമല്ലോ. ഭാര്യയോടൊന്നും സംസാരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരിക്കില്ല. താമസിക്കുന്ന ഹോട്ടൽ ഐഡന്റിഫൈ ചെയ്ത് അവരെ കാണാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗവൺമെന്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചീഫ് സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷിതരായ ആളുകളുടെ എല്ലാവരും, ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിതരാണെന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി കെ.സി. വേണുഗോപാൽ എം പി, ഒരു മലയാളിയുടെ കാര്യമാണല്ലോ അല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത്. താങ്കൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് കൂടാതെ തന്നെ പാർട്ടിയുടെ കോൺഗ്രസ് അധ്യക്ഷനും ശ്രീ രാഹുൽ ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും ഈ സംബന്ധിച്ച് ആശയവിനിമയം നടത്താനും രാജ്യത്തിന്റെ ഈ സംഭവത്തിന്റെ ശക്തമായിട്ടുള്ള കൺസേൺ അറിയിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഉള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഈ ഭീകരകൾക്കെതിരെ നിൽക്കേണ്ട ഒരു കാലമാണെന്ന് പറയുന്നത്. ശരി ശ്രീ കെ.സി. വേണുഗോപാൽ എം പി, ACC ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ജമ്മു കശ്മീരിലുണ്ട്, ശ്രീനഗറിൽ ഉണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അദ്ദേഹം ഈ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെ ശ്രീനഗറിലാണുള്ളത്. അവരെ ഹോട്ടൽ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം കൂടി അദ്ദേഹം ഇപ്പോൾ അറിയിക്കുകയുണ്ടായി. ഒരു മലയാളി ഈ ദുരന്തത്തിനിരയായി എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി അദ്ദേഹം ഇപ്പോൾ പങ്കുവെക്കുകയുണ്ടായി.